വെറുതെ വീട്ടിൽ കുത്തിരുന്ന് ഇങ്ങനെ ബോറടിച്ചു. അപ്പം എനിക്കൊരു ഫങ്ഷൻ വരാനുണ്ട്. ഇപ്പോഴൊന്നുമല്ല കേട്ടോ, കുറേ കഴിഞ്ഞിട്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന്. അങ്ങനെ ഇന്നും ബസ്സിലാണ് ഗൈസ്. എങ്ങനെ മോനെ, ഉള്ളിയരിക്കൂടിയാ അല്ലേ കൊയിലാണ്ടിക്കൂടി പോയാൽ എത്തൂലേ? അങ്ങനെ എന്നിട്ട് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോവാണ്. അപ്പോൾ ഡ്രസ്സ് എന്താ എടുക്കുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. അവിടെ പോയിട്ട് കുറച്ച് പാർട്ടി വെയർ ആയിട്ട് കുറച്ചൊന്ന് ഹെവി ആയിട്ട് വേണം. കാരണം സിസ്റ്ററിൻ്റെ വീട്ടിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അവളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഇതിൽ പോകണമല്ലോ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് കണ്ണു മാറിയില്ല ഗൈസ്. പിന്നെ ചിലരുടെ വീഡിയോ ഞാൻ കണ്ടു. നമുക്ക് വീഡിയോ എടുക്കാൻ പുതിയ പുതിയ ഡ്രസ്സൊന്നും വേണ്ടടേ. എടാ, എനിക്കെന്താ പറയാനുള്ളതെന്നറിയോ? പട്ടിയെപ്പോലെ നയിച്ചിട്ട് രാജാവിനെ പോലെ ജീവിക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കണം ചെയ്യാൻ എന്നുള്ളതാണ്. ഈ ഒരു ചുരിദാർ കണ്ടോ കേസ്, ന്യൂസ് 8 ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം അങ്ങനെ ഇന്നലത്തെ കമ്മൽ കാട്ടാ. അപ്പം അങ്ങനെയാണ്. അങ്ങോട്ടും ബസ്സിന് പൈസ കൊടുക്കണം, ഇങ്ങോട്ടും ബസ്സിന് പൈസ കൊടുക്കണം. രാവണനെ കിട്ടിയൊന്നുമില്ല. അരുണ് രാവണൻ ബസ്സിലാണ്. രാവണനോ രാവണനോ എന്താ അറിയില്ല. അപ്പോൾ ഓൻ്റെ ബസ് 4 മണിക്കാണ്. എന്തായാലും ഷോപ്പിംഗ് ഇപ്പോഴൊന്നും കഴിയില്ല എന്നുള്ളതറിയാം. അപ്പോൾ വേറെ ഓൻ്റെ കമ്പനിക്കാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എന്നാൽ ഓസിക്ക് പോരാ. അവനെന്താ ഒരു നാട്ടാ. സൗന്ദര്യം മനുഷ്യന് ശാപമാണ് ഗൈസ്. ഓട്ടോ തിരിച്ചു വരുമോ? അങ്ങനെയാണ്. എന്നിട്ട് ഡ്രസ്സ് എടുത്തപ്പോൾ 500 ചില്ലറ അല്ലാണ്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരോട് ചീത്തേക്കും. അല്ലെങ്കിൽ ആ പൈസ ചില്ലറ എടുത്താൽ പോരായിരുന്നു. അപ്പം അങ്ങനെയാണ്. എന്നാൽ ബൈ ഷോപ്പിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോസ് അല്ല ഫോട്ടോസ്, ഡ്രസ്സ്. ഓക്കെ. Wedding customer care staff, Ashwini Vijay, immediately report to third floor. Wedding customer care staff. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു. ലെഹങ്ക എടുത്തു. ബില്ല് വന്നിരിക്കുന്നത് 4260 അല്ലേടാ, 260. എനിക്കൊരു ലെഹങ്കയും മോനൊരു ഷർട്ടും എടുത്തു. ലെഹങ്ക ഏതാണെന്നുള്ളത് അന്ന് ഫങ്ഷൻ്റെ അന്ന് കാണാം. പിന്നെ മോൾക്കുള്ളത് സിസ്റ്റർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പർച്ചേസിങ് കഴിഞ്ഞു. അപ്പം എന്താണ് എടുത്തതെന്നുള്ളത് അന്ന് കാണാം. അപ്പം അങ്ങനെയാണ് കസ്തൂരി കേന്ദ്രയിലാട്ടോ വന്ന് ഈ സ്റ്റാൻഡിലേക്ക് പോകണം. അവിടുന്ന് ബസ് കയറണം. ആ ബസ്സിനൊന്ന് കൈകാട്ടിയൊക്കെ നിർത്തുമോ നോക്കുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഏതാണ് ഡ്രസ്സ് എടുത്തതെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ കാണിച്ചാൽ ഫങ്ഷന് മുമ്പേ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അത് കാണാനുള്ളൊരാകാംക്ഷ വിട്ടുപോകും. വേറെ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ട്രൈ കണ്ട് വീണില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി മോൾക്കൊക്കെ ഉള്ളത് മൂത്ത സിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ സ്റ്റിച്ച് ചെയ്യാണ്. അവൾക്കും എൻ്റെ മോൾക്കൊക്കെ ഒരേ മോഡലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. അയ്യോ കുഴങ്ങി എന്ന് പറയുന്നത് ഏത് നാട്ടിലേക്ക് ആർക്കൊക്കെ മനസ്സിലാവുമെന്നറിയില്ല.
ക്ഷീണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാടെന്ന് പറയുന്നത് MIT മൂസയിലെ സുരഭി ലക്ഷ്മി പറയൂലേ, ശരിക്കും ആ ഭാഷയാണ്. അപ്പോൾ അങ്ങോട്ടും കണ്ണൂർ ബസ്സിന് പോയി, ഇങ്ങോട്ടും കണ്ണൂർ ബസ്സിന് വന്ന് അതിലിങ്ങനെ ചുറ്റിക്കറങ്ങണ്ടെന്ന് വിചാരിച്ച് കൊയിലാറിൻ്റെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചിങ്ങ് പോന്നു. അപ്പോൾ ശരിക്കും എനിക്ക് ഞാൻ വിട്ടിട്ടാ കാണിക്കുന്നത്. കാരണം ഞങ്ങൾ 3 ആളും ബസ്സിന് പോയി വരുന്ന പൈസ ഉണ്ടെങ്കിൽ മതി എനിക്ക് കാറെടുത്ത് പോകാം. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാനെന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. പക്ഷെ വേറൊരു രസം എന്താണെന്നറിയോ, നമ്മൾ ഒന്ന് ബസ് കയറുമ്പോഴേക്കും അടുത്ത അന്വേഷണം എന്താണെന്നറിയോ, വണ്ടി എവിടെ പോയി എന്നാ. എല്ലാവർക്കും അത് അറിയണ്ടേ. ഞാനൊന്ന് നടന്നു പോവുകയോ പിന്നെ അല്ലെ ബസ്സിന് പോവുകയോ ചെയ്യുമ്പോൾ ആരും എന്നോട് എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കാറില്ല, വണ്ടി എവിടെ പോയി എന്നാണ് ചോദിക്കാറ്. അത് ഭയങ്കര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എപ്പം ഇനിയിപ്പോൾ നടന്നു പോകുമ്പോൾ ആണെങ്കിലും കാണുമ്പോഴേക്ക് ചോദിക്കും വണ്ടി എവിടെ പോയിന്ന്. വണ്ടി കൊണ്ടിങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് നടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ പക്ഷേ ഈ ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ ചവിട്ടി ഇങ്ങനെ പോകുന്ന ബസ് തന്നെ ജാതി ബ്ലോക്ക് കൂടിയ അവൻ കണ്ടത്തിൽ കൂടിയൊക്കെ വന്നത്. കണ്ടത്തിൽ കൂടിയാന്ന് വെച്ചാൽ പറമ്പ് കൂടിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിയവരോട് ഞാനൊരു വണ്ടി ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. താങ്കൾ എന്തെടുത്തു? വളരെയധികം പഠിച്ച ഒരാളാണ്, എന്തെടുത്തു? പിന്നെ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്ര നിലവാരം കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിലവാരം. അപ്പം അങ്ങനെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പട്ടിയെപ്പോലെ നയിച്ച് രാജാവിനെ പോലെ ജീവിക്കണം. അതിലാണ് അന്തസ്സ്. ഓക്കേ, ടാറ്റാ.